ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമുക്കെല്ലാവർക്കും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലിവർപൂൾ ഫോർവേഡ് ഡിയേഗോ ജോട്ട മരിച്ചിരിക്കുകയാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ. അതോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആൻഡ്രേ സിൽവ, പുള്ളിയുടെ സ്വന്തം ബ്രദറും മരിച്ചിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് സ്പെയിനിൽ വെച്ചാണ്. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ബോർഡറിൽ വെച്ചിട്ട് സരഡില്ല എന്ന് പറയുന്ന ഒരു ടൗണിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഓവർടേക്ക് ചെയ്യുമ്പോൾ ടയർ ബ്ലാസ്റ്റായിട്ട് റോഡിൽ നിന്ന് വെളിയിലേക്ക് പോയി വണ്ടിക്ക് തീ പിടിച്ചിട്ട് അങ്ങനെയാണ് അപകടം എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇതുവരെയൊക്കെയുള്ള റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. എന്നാലും ഇനീഷ്യൽ റിപ്പോർട്ട്സ് എല്ലാം ഇതാണ്. എന്താ പറയേണ്ടത് എന്നറിയത്തില്ല. വെറും 28 വയസ്സ്. ഇപ്പോൾ ആൻഡ്രേ സിൽവ ആണെങ്കിലും പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ ലിവർപൂൾ പ്രീമിയർ ലീഗ് ജയിച്ചതിന് ശേഷം ഡിയേഗോ ജോട്ടയായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഡിയേഗോ ജോട്ട ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിനകത്ത് പ്രീമിയർ ലീഗ് ജയിച്ചതിന് ശേഷം ഇനി അടുത്ത എന്ത് എന്ന് ചോദിച്ചപ്പം ഡിയേഗോ ജോട്ട പറഞ്ഞത് പോർച്ചുഗലിൽ പോവുക, നേഷൻസ് ലീഗ് ജയിക്കുക എന്ന്. അത് ജയിക്കുകയും ചെയ്തു. സോ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും 10 ദിവസത്തിന് മുമ്പായിരുന്നു ഒഫീഷ്യലി അവർ ചൈൽഡ്ഹുഡ്. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഒഫീഷ്യലി ഡിയേഗോ ജോട്ടയുടെ മാരേജാണ്. അവർ തമ്മിൽ ദേ ഷെയർ 3 kids. പക്ഷേ ഒഫീഷ്യലി അവർ കല്യാണം കഴിക്കുന്നത് ജൂൺ 22-നാണ്. സോ ജസ്റ്റ് 10 days ആഫ്റ്റർ ദ ഒഫീഷ്യൽ മാരേജ് ഇത് സംഭവിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് ലോസ്, ഹ്യൂജ് ലോസ്. കാരണം കുടുംബത്തിൽ നിന്നുള്ള 2 പേര് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കത് സംഭവിക്കുമ്പോഴേ നമുക്ക് എൻ്റെ വിഷമം മനസ്സിലാവും. സോ ഇറ്റ്സ് വെരി സാഡ്. ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് എല്ലാ രീതിയിലും. ലിവർപൂൾ ക്ലബിനായാലും ശരി, പോർച്ചുഗലിനായാലും ശരി, അവരുടെ കുടുംബത്തിനാണെങ്കിലും ശരി, ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് സംഭവിച്ചത്. ഈ ഒരു ഡിഫിക്കൽട്ട് ടൈമിന് അവരുടെ ഫാമിലിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറൊന്നും പറയാനില്ല. Oh,